അമേരിക്കൻ നിർദ്ദേശത്തിൽ വിലയിരുത്തൽ തുടരുന്നതായും തീരുമാനമായാൽ ഉടൻ പാകിസ്ഥാന് കൈമാറുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇറാനും കരാറിലേക്ക് അടുക്കുന്നത് സമാധാന സാധ്യതകൾ വർദ്ധിപ്പിച്ചതായി പാകിസ്ഥാൻ. സംഭാഷണവും നയതന്ത്രവും തന്നെയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞു. അതേസമയം കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇറാനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. അതിനിടെ ഗസയിലും ലെബനനിലും ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചു. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, അമേരിക്ക ഏറ്റവും ഒടുവിലായി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഇറാൻ കൂടിയാലോചന നടത്തി അല്ലെങ്കിൽ ചർച്ച നടത്തിയൊരു അഭിപ്രായം പറയാമെന്ന് അറിയിച്ചതായിരുന്നു. എന്താണ് പുതിയ നിർദ്ദേശങ്ങളിൽ ഇറാന്റെ മനസ്സ്? യുദ്ധം പൂർണ്ണമായ വിരാമത്തിലേക്ക് എത്തുന്ന സൂചനകൾ ഇപ്പോഴുണ്ടോ? സൈഫുദ്ദീൻ, തിരക്കിട്ട കൂടിയാലോചനകളും വിലയിരുത്തലുമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഈ ചർച്ചകളിൽ സജീവമായിട്ട് പങ്കുവഹിക്കുന്നതായാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ, അതോടൊപ്പം തന്നെ മേഖലയിലെ കെട്ടുറപ്പും സമാധാനവും, ഈ രണ്ട് വിഷയങ്ങളിൽ ഏറെക്കുറെ ധാരണ രൂപപ്പെട്ടുവെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത്. ഇനിയുള്ള സങ്കീർണമായിട്ടുള്ള ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതിൽ കൂടി ഒരു കൂട്ടായ്മയിലൂടെ ഒരു തീരുമാനത്തിലെത്താനുള്ള ഒരു നീക്കത്തിലാണ് ഇറാൻ നേതൃത്വം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നാളേക്കകം തന്നെ പാകിസ്ഥാനെ ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ തീരുമാനം ഈ 14 നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ അറിയിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, കാരണം അടുത്ത ആഴ്ചയാണ് ചൈനയിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പര്യടനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു കരാറിൽ എത്തുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ വളരെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു എന്ന സൂചനകളാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പങ്കുവെക്കുന്നത്. പക്ഷേ അതേസമയം ലെബനാനിലും ഗസയിലും ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്നത് ഈ മേഖലയിലെ നിലവിലുള്ള ഈ ചർച്ചകൾക്ക് ഒരുപക്ഷെ തുരങ്കം വെക്കാൻ വലിയ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ബെയ്റൂത്തിലും അതോടൊപ്പം തന്നെ ദക്ഷിണ ലെബനാനിലും ഇസ്രായേൽ തുടരുന്നത്. ഹമാസിന്റെ ചർച്ചയിലൊക്കെ നേതൃത്വം വഹിക്കുന്ന ഹമാസ് നേതാവ് കൂടിയായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയുടെ മകൻ അസാമിനെയാണ് ആക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത്. ഇത് പിന്നെ നിലവിലുള്ള ഒരു സമാധാന നീക്കങ്ങൾക്ക് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാണ്. സൈഫുദ്ദീൻ. MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.